ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 38 ദിവസമായിട്ട് പാപ്പ ആശുപത്രിയിലായിരുന്നു. ലോകം മുഴുവൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു ജമലി ആശുപത്രിയുടെ 2ാം നിലയിലെ ബാൽക്കണിയിൽ പാപ്പ ഇങ്ങനെ വീൽ ചെയറിൽ വന്നിട്ട് എല്ലാവരും കണ്ട് ആശീർവദിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറഞ്ഞൊരു കാഴ്ച. അതിനുശേഷം പാപ്പ സ്വന്തം വീട്ടിലേക്ക് പോയി. ഉച്ചക്കത്തെ പ്രാർത്ഥനാ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞത് ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങി, കുറേ പേര് കൊല്ലപ്പെട്ടു. പാപ്പ സങ്കടപ്പെടുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് പാപ്പ പറയുന്നത് ആയുധങ്ങൾ ഉടനെ നിശബ്ദമാക്കപ്പെടണം, യുദ്ധം നിർത്തണം. സൗഖ്യം കിട്ടിയ പാപ്പയുടെ ആദ്യത്തെ വാക്കുകൾ സൗഖ്യത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. അപ്പോൾ ആ വാർത്ത ഇന്നലെ FBയിൽ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. അതിൻ്റെ താഴെയുള്ള കമൻസ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കമൻസാണ്. ഒരാൾ എഴുതിയിരിക്കുന്നത്, സംസാരിക്കാറായോ? ആദ്യ വാതുറന്ന് തീവ്രവാദികൾക്ക് വേണ്ടിയാണല്ലോ. വേറൊരാൾ പറഞ്ഞത്, ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങേക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറൊരാൾ ചോദിക്കുന്ന, അസുഖം മാറാൻ പ്രാർത്ഥിച്ച നാവ് കൊണ്ട് മാറ്റി പ്രാർത്ഥിക്കാൻ നോക്കല്ലേ പാപ്പ. ഇവിടെ പേരൊക്കെ ഒറിജിനലാണെങ്കിൽ ഇവർ ഒറിജിനൽ ക്രിസ്ത്യാനികളല്ല. ഇന്നലെ രാത്രി ഇത് വായിച്ചപ്പോൾ ഒരുപാട് സങ്കടമായിട്ടാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ആ സങ്കടം കൂടിപ്പോയി. ഈശോ സിനഗോഗിൽ വന്നിട്ട് 2 കഥ പറയാണ്. അതിൽ ഹൈലൈറ്റ് ചെയ്തത് സിറിയക്കാരൻ നാമാൻ, പിന്നെ സരപ്താലൊരു വിധവ. ഈ 2 പേര് ആ നാട്ടുകാരല്ല, 2 മതക്കാരല്ല. ഈശോ പറഞ്ഞു, ഇസ്രായേൽ എന്തോരം കുഷ്ഠരോഗികളുണ്ടായിരുന്നു, പട്ടിണി കിടക്കുന്ന വിധവകളുണ്ടായിരുന്നു. എന്നിട്ട് ദൈവം പ്രവാചകന്മാരെ അയച്ചത് എങ്ങോട്ടാണ്? ഈ 2 പേരുടെ അടുത്തോട്ടാണ്, അന്യനാട്ടിലേക്ക്, അന്യമതക്കാരിലേക്ക്. ഇതവിടെയുള്ള യഹൂദർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈശോനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല, ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോവാണ്, തള്ളിയിട്ട് കൊല്ലാൻ. വധശ്രമമാണ്. ഈശോയ്ക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ കിട്ടിയ കമൻസൊക്കെ ഒന്നുമല്ല.